ഹലോ. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ വെല്ലേച്ചിരി വീട്ടിലത്തെ പെരുന്നാൾ പാർട്ട് 1 സാറ്റർഡേ ശനിയാഴ്ച, പെരുന്നാളിൻ്റെ ശനിയാഴ്ചയായിരുന്നു കേട്ടോ. ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ എല്ലാവരും എനിക്ക് പള്ളിയിൽ പോയി. പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവന് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും പള്ളിയിൽ നിന്ന് ഉച്ചക്കലത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എബി ഏൽപ്പിച്ച ബിരിയാണി സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില്ലി പോർക്ക്, ബിരിയാണി, കോഴി, പിന്നെ അത് കഴിഞ്ഞ് മോളിയൻ്റെ അച്ചിരിന് വന്നപ്പോൾ ഐസ്ക്രീം ഒന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ഓൾറെഡി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ലിറ്റർ കേട്ടോ. എത്ര 2 ലിറ്ററോ അത്രയെന്നറിയില്ല. അപ്പം നമുക്ക് ഒരാൾ കൊണ്ടത് ഉച്ചയ്ക്ക് എടുത്തു, പിന്നെ ഒരാൾ കൊണ്ടത് വൈകുന്നേരം തിങ്കളാഴ്ച കേട്ടെടുത്ത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. മോളേൻ്റെ ആ കോൺ അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കോണിലും ഐസ്ക്രീമൊക്കെ തന്ന് ചോറൊക്കെ ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് ജോക്കുകളൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അന്നമ്മയ്ക്ക് 3 മണിക്ക് വീണ്ടും കുർബാനയ്ക്ക് പോകണം. അന്നമ്മ 10 മണിയുടെ കുർബാനയ്ക്ക് ഓൾറെഡി പോയതാണ്. പിന്നെ 3 മണിയുടെ കുർബാന അന്നമ്മ വലിയ പാട്ടുകാരത്തില്ലേ, ഒരു പള്ളിയിലെ പ്രസാദ പള്ളിയിലെ മെയിൻ കൊയറിൻ്റെ ലീഡറാണ് അന്നമ്മ. അപ്പോൾ അന്നമ്മ പാട്ടുപാടി പിന്നെ ഒരു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ വെച്ച് മീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഞങ്ങൾ പ്രദക്ഷിണം കയറാറായപ്പോൾ ഡ്രസ്സൊക്കെ മാറി പിള്ളേരും കൊണ്ട് പള്ളിയിൽ പോയി. ഇതാണ് അവിടുത്തെ പൊൻകുരിശുകളും പ്രദക്ഷിണം കയറുന്ന നേരത്തെ കാഴ്ചകളും. നല്ല രസമായിരുന്നു. നല്ല ആ പള്ളിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ നല്ല ഹൈറ്റ് കണ്ട. അപ്പോൾ സ്റ്റെപ്പുമൊക്കെ നിന്ന് നമുക്കിങ്ങനെ കാണാനൊക്കെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. പ്രദക്ഷിണം കയറുന്നതും എല്ലാവരും കൊടയും കുരിശൊക്കെ പിടിച്ച് നിൽക്കുന്നതും ഒരു കാണാത്ത. അപ്പം നമ്മൾ ഗൾഫിലൊക്കെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പെരുന്നാൾക്ക് വരാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ മാത്രമേ കണ്ടാൽ പറ്റുള്ളൂ. എല്ലാ പള്ളികളിലും ഒരേ പ്രദക്ഷിണം അങ്ങനത്തെയൊക്കെ ആണെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ പ്രദക്ഷിണമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് ബാൻഡ് വായന മത്സരമല്ല, സ്റ്റേജിൽ ബാൻഡ് വായന ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതും വെടിക്കെട്ടും ലൈറ്റ് ഷോ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബാൻഡ് വായനയിലേക്കും ലൈറ്റ് ഷോയിലേക്കും സ്വാഗതം.
Salimos por la carretera, la gente a mí me pregunta y yo le digo que
കഴിഞ്ഞ് ലൈറ്റ് ഷോ ഒക്കെ ഞാൻ പരമാവധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരുപാട് സമയം സ്പീഡിലിട്ടുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കുറച്ച് ബാങ്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലെങ്തിയാണ്. ഇനി 2 പാർട്ടാക്കി ഇടണമെന്നാണ് ഞാനത്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ടും ലൈറ്റ് ഷോ പാഞ്ചാലിമേള ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ആസ്വദിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ആസ്വദിച്ച് നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കണം. തിരക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളിയാഴ്ചയും ഒക്കെ ഈ ടൈപ്പ് ആയതുകൊണ്ട് ഒരു പള്ളി അടിച്ചു വാരി തൂത്തിട്ടേ പള്ളിയിൽ പോവുള്ളൂ. വെടിക്കെട്ടുകാരും ബാൻഡുകാരും ഒക്കെ വീടെത്തിയാലും ഞങ്ങൾ പയ്യെ പയ്യെ പോവുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും ആസ്വദിച്ച് സമാധാനത്തിലാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇതേപോലെ പഞ്ചായത്ത് ഇങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ തട്ടി കുറച്ച് അത് ഞാൻ മേടിച്ച് തന്നെ വിളിച്ചു. പിന്നെ ഇവിടെ ഒരു വെള്ളം കൂടി കഴിച്ച് വെച്ചിട്ട് വീട്ടിൽ കയറിയിട്ടാണ്. ഭയങ്കര വെള്ളം തകർന്നു. അപ്പോൾ ഒരു കുപ്പി പോലും വെള്ളം അവിടെ മേടിക്കാൻ നിന്നില്ല. കാരണം ഐസ്ക്രീം കഴിച്ച് വെള്ളം താകം കൂടുന്നു പറഞ്ഞപ്പോൾ വില്ലേജ് ഇറങ്ങി ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൽ വിടുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നോട് തന്നെ കൂട്ടുകാരത്തിൽ വിടുന്നു. ഞങ്ങൾ നേരെ വെള്ളമൊക്കെ കുടിച്ച് പിള്ളേർ പിന്നെ അവിടെ എന്താണ്ടൊക്കെ മേടിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അവർ കുമ്മച്ചന് അപ്പാപ്പൻ കുഞ്ഞിനൊക്കെ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേർച്ചിടാനും എന്തെങ്കിലും മേടിക്കാനൊക്കെ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പയ്യെ വന്നു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് വെള്ളം കുടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പതിവ് പോലെ വീട്ടിലെത്തി. ഞങ്ങൾ വൈകുന്നേരം പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു 1/2-3 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് വെറുതെ വിശേഷങ്ങൾ പറയും. അപ്പോഴാണ് നമ്മുടെ ബൈജേട്ടന് കുട പിടിച്ച് നടന്നിട്ട് വലിയ കുരിശോ എന്തെങ്ങണ്ടായിരുന്നു. അപ്പോൾ അത് പ്രദക്ഷിണം ഇങ്ങനെ പിടിച്ച് നടന്നപ്പോൾ കാല് മസിലേറി. അപ്പം അമ്മച്ചി അടിച്ചു കൊടുക്കണ സീനാണ്. പക്ഷെ അമ്മച്ചി അടിച്ചത് തിരിഞ്ഞു പോയി. അമ്മച്ചിയുടെ മേത്തേക്ക് തന്നെയാണ് അടിച്ചത്. അപ്പോൾ ആരും തൊടിയിക്കുന്നുണ്ടായില്ല. അത് ഞാൻ പയ്യെ പയ്യെ പറഞ്ഞ് പതുക്കെ മസിലുടച്ച് കുറച്ച് നേരം കൊണ്ട് കാലനക്കി ഇങ്ങനെ നീർത്തയും മടക്കൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അത് ഇങ്ങനെ പിന്നെ ആളുടെ മസിലേറിയിട്ട് അങ്ങനെ ആ ദിവസം തന്നെ പിറ്റേ ദിവസം ആയാലും 2-3 പ്രാവശ്യം മസിലേറി. കാരണം ആൾ ഇത്രയും ദൂരം കുരിശ് എന്തോ ഭയങ്കര വെയിറ്റുള്ള കുരിശായിരുന്നു പിടിച്ചത്. അപ്പോൾ അത് മസിൽ കയറിയപ്പോൾ പിന്നെ അത് പിടിച്ച് നടന്നു, കുറേ ദൂരം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലത്തെ പടക്കം കുറച്ചുണ്ടായിരുന്നു പൊട്ടിക്കാനായിട്ട്. അപ്പോൾ കുറേ പടക്കം മേടിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും കൂടി പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ കുമ്മച്ചൻ്റെ അമ്മൂട്ടീനെ ഓടിച്ചിട്ട് തല്ലിക്കൊണ്ടിരിക്കുക. കുമ്മച്ചനെ എപ്പോൾ അമ്മൂട്ടീനെ കണ്ടല്ലോ ഓടിച്ചിട്ട് തല്ലണം. ഡാൻസ് കളിക്കായാലും ഓടിച്ചിട്ട് തല്ലും, വെറുതെ നിൽക്കുകയാണെങ്കിലും ഓടിച്ചിട്ട് തല്ലും. അല്ലോ കുമ്മച്ച. അപ്പോൾ അതെ അന്നമ്മ പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും പടക്കം പൊട്ടിക്കൽ തുടങ്ങി. പിന്നെ അവിടെ കാണേണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഈ പടക്കൊക്കെ വാണൊക്കെ കയ്യിൽ പിടിച്ച് കത്തിച്ച് വിടണട്ടാ. അപ്പോൾ ഞാൻ കുറേ ഒളിരുന്നുണ്ട് ഇവിടെ ചെയ്യലടാ മോനെ. പക്ഷെ അവരത് തമാശ കേട്ട് ഐസിലും മുന്നിലൊന്നുമില്ല കേട്ടാ. വേറെ രസമുണ്ടായി. ഇതിൽ പൊട്ടിക്കുന്ന പടക്കത്തിൽ കുറച്ചൊക്കെ ഇവന്മാരുടെ പോക്കറ്റിലേക്ക് വീട്ടിൽ കൊണ്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുമ്മച്ചൻ വലിയൊരു ആനപ്പടക്കം ഒരു സ്കൂളിൽ പോയി പിടിച്ചോണ്ടിരുന്നു കുഞ്ഞിൻ്റെ മേശയിൽ നിന്ന്. കുഞ്ഞ് കുറച്ചടിക്കും പറ്റി പോക്കറ്റിലേക്ക് വീട്ടിൽ കൊണ്ടുണ്ടായിരുന്നു. പിന്നെ വില്ലേജിന്റെ അടുപ്പിലൊക്കെ കൊണ്ടിട്ടു എന്ന് പറയണ്ടായി പടക്കം. കുഞ്ഞിന്റെ അങ്ങനെയൊക്കെയാണ്. വില്ലേജ് അടുപ്പിൽ വന്നപ്പോ ആകെ പൊട്ടി തെറിച്ചു. അടുപ്പിന്ന് ചാരം തീയൊക്കെ പുറത്തേക്ക് ചാടിയിരിക്കണം. അപ്പൊ നീ കൊണ്ടിട്ടാ? അപ്പൊ കുഞ്ഞു വലിയ മമ്മിയെ. അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിൽ കൊണ്ടിടാനായിട്ടാണ് ആളൊരെണ്ണം പൊക്കിയത്. കട്ടെടുത്തിട്ടൊന്ന് ഞാൻ പുറത്ത് കവറിലിട്ട് പൊട്ടിച്ചു. അല്ല, പുറത്ത് ചവറ് കൂട്ടിയിട്ട് പൊട്ടിച്ചു. വലിയ ആനപ്പടക്കം ഞാൻ പേടിച്ചു പോയി. കുഞ്ഞു പടക്കത്തില്ല, കഴിഞ്ഞതിൻ്റെ ആനപ്പടക്കം. അപ്പോൾ എന്തേ കണ്ട, ഇതാണ് ഇവരുടെ കലാപരിപാടി. ചിലത് ഏപ്പി പൊട്ടിച്ച് നേരെ താഴത്തോട്ട് പോയിട്ടുണ്ട്, നേരെ റോട്ടിൽ കൂടെ. അപ്പം ഞാൻ കുറേ കളിയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണാം. അയ്യോ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടി പടക്കം പൊട്ടിക്കുന്നു. കുമ്മച്ചൻ ചേച്ചിമാരായിട്ട് നല്ല സെറ്റായില്ല കുട്ടാപ്പി? ചേച്ചിമാരെ ഇഷ്ടായ? ചേച്ചിമാരെ ഇഷ്ടായ?
ഭക്ഷണം തൊട്ട് ഡ്രസ് ഭക്ഷണം ചെലവ് അവിടുത്തെ എന്റെ വീട്ടിലെല്ലാ ചെലവുകളും ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കുന്നത് ആരുടെ വീട്ടില് എന്റെ വീട്ടില് വിളിച്ച് ഞാൻ ചേർത്താ അല്ലാണ്ട് ആരുടെ വീട്ടിലാണ് അത് എവിടെ നടത്തുന്ന അപ്പൊ ഹാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ അച്ഛൻ്റെ വീട്ടിലാണ് കൺവെൻഷൻ സെന്റർ അല്ല എവിടെ നടത്തുന്ന ചുരുതി കാണിക്കും അവിടേക്കൊക്കെ എല്ലാരും ചെല്ല അതിന്റെ ഒക്കെ ചെലവ് ഇപ്പൊ എത്ര കൊല്ലായി 46 അപ്പൊ എല്ലാവരും കേട്ടല്ലോ. നമ്മുടെ അച്ചുര്യൻ ഒരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ 50-ാം വാർഷികം അച്ചുര്യൻ സ്വന്തം ചെലവിൽ ആഘോഷിക്കാന്ന് കേട്ടാ. അതെല്ലാവരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കേട്ടു വെച്ചോ. അച്ചുര്യൻ വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അച്ചുര്യനോട് ചോദിക്കാൻ പോകേണ്ടതാണ്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി. അച്ചുര്യൻ അറിഞ്ഞാൽ അമ്മച്ചിയുടെ ആങ്ങളെയാണ്. അപ്പോൾ അപ്പച്ചനോട് പറയണേ 50-ാം വാർഷികം നമുക്ക് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ അച്ചുര്യൻ തന്നൊരു വാക്കാണത്. നിങ്ങളെല്ലാവരും സാക്ഷികളുമാണ്. അപ്പം അങ്ങനെ ദേബായിച്ചാണ്ട് ഞാൻ ശകുന്തലയുടെ പോലെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ദർഭമുന കൊണ്ട് ശകുന്തലയുടെ കാല് ഒഴിയാൻ പറഞ്ഞു കൊണ്ട് നിർത്തിയതാണ്. കാല് മടക്കുകയും താത്തുകയും ചെയ്യാൻ പറഞ്ഞിട്ട് കൊണ്ട് നിർത്തിയതാണ്. പിന്നെ അങ്ങനെ അന്നത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. പിന്നെ മൺഡേ ഇന്ന് തിങ്കളാഴ്ചയായി. ഇന്ന് വൈകുന്നേരത്തെയാണ് മൂന്നാനപൂരം പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങാടിയമ്പാണ് ഇത്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് അങ്ങാടിയമ്പാണ് കേട്ടോ. ഭയങ്കര സ്പെഷ്യലാണ് അങ്ങാടിയമ്പ്. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരും ചായ കുടിച്ചു അവരവർക്ക് പറ്റണ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ മേമ, അമ്മിച്ചി, അപ്പച്ചൻ, എബി, വെല്ലേച്ചി, വൈചേട്ടൻ എല്ലാവരും ഉണ്ട്. ഞാനും ഉണ്ട്. ഞാൻ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഈവനിങ് പോകാമെന്ന് വിചാരിച്ചു. വെല്ലേച്ചി എൻ്റെ തലമുടി കെട്ടിത്തരാണ്. പണ്ട് എന്നെ സ്കൂളിലേക്കൊക്കെ ഒരുക്കണ ഓർമ്മ വരികയാണ്. വെല്ലേച്ചിയാണ് എന്നും തലമുടി കെട്ടിത്തരാൻ വലിച്ച് മുറുക്കി അപ്പുറത്തും പൊക്കിച്ച് കെട്ടിത്തരും. ചിലപ്പോൾ ടൈറ്റാവും, ചിലപ്പോൾ ലൂസാവും. പക്ഷേ വെല്ലേച്ചിയാണ് തലമുടി നല്ല കുത്തൊക്കെ കിട്ടും. പിന്നെ അപ്പോൾ ആ ഓർമ്മ എനിക്ക് വന്നട്ടാ. പിന്നെ ഞങ്ങൾ പണ്ടത്തെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു അന്ന് നമുക്ക് പണ്ടത്തെ കല്ല് കളി. അപ്പോൾ ഇവനോട് വില്ലിച്ച് ഞാൻ മറന്നു പോയിടി, ഞാൻ എത്ര കൊല്ലമായിട്ടുണ്ടാവും കല്ല് കളിച്ചിട്ടെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു തരാം വാ. ഞാൻ പണ്ടൊക്കെ കളിക്കാറുണ്ട്, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ പിടിക്കാൻ പറ്റുന്നത് ഐസലിനോടാണ്. ഐസൽ നല്ലോണം പിടിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ കുമ്മച്ച എട്ടഞ്ഞിട്ട് അവനിട്ട് ഇടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ക്യാമറ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടാ. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി മറന്നുപോയി കളിക്കാൻ. കല്ലുകളി മറന്നുപോയി. 20 കല്ലാണ്. അതായത് ഓരോരുത്തരും 20 കല്ല് വേണം. എന്നിട്ട് അനങ്ങാണ്ട് കല്ല് ഇങ്ങനെ എല്ലാം കൂടി പരത്തി അങ്ങോട്ട് ഇടും. എന്നിട്ട് അനങ്ങാണ്ട് എടുക്കണം. അനങ്ങി കഴിഞ്ഞാൽ അനങ്ങിയ കല്ലടക്കം പാസ് ചെയ്യും നമ്മൾ. അപ്പം ഞാൻ ഈ നൊത്തി എടുക്കാൻ വരെ മറന്നുപോയി. എനിക്ക് ഫസ്റ്റ് 3 റൗണ്ട് ഞാൻ പൂജ്യം കടത്തിൻ്റെ കടായിട്ടിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പുമ്മിക്കായിരുന്നു കേട്ടോ മേമ. ഞാനിച്ചിരി ഇങ്ങനെയും വെല്ലേച്ചി അവിടെയും മേമ സ്റ്റെപ്പുമ്മിയും. പിന്നെ ഞങ്ങൾ പോയി പട്ടിക്കൂടിൻ്റെ അവിടെ നിറങ്ങി കല്ല് പോണേനെ വട്ടത്തിലനുസരിച്ച് നിരങ്ങിയും കയറിയും ഞങ്ങൾ പടിയുമെന്ന് ഇറങ്ങി ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇതേ മേമ ഇറങ്ങണേ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ പട്ടിക്കൂട് വരെ എത്തിയിരുന്ന് കളിച്ചേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോരോ പണികൾക്ക് പോയി. എന്നാലും ഞാൻ പറഞ്ഞു എനിക്കിത് റീലെടുക്കണം, കാരണം വീഡിയോ എടുക്കണം. നമ്മൾ എത്ര കൊല്ലത്തെ ഓർമ്മയാണ് ഈ പുതുക്കണേന്ന് പറഞ്ഞു വേണ്ട. അപ്പോൾ ഞാൻ ഇതിൽ വളരെ വീക്കായിരുന്നു. എനിക്ക് തീരെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം കുറേ കൈ വഴങ്ങണേ ഉണ്ടായില്ല. പിന്നെ അവസാനം ഞാൻ അപ്പോൾ വില്ലേജ് പറഞ്ഞു ഇനി ചിന്നുവിനെ ശ്രദ്ധിക്കണം, ഇനി അവളോട് ഒരു കരുണയും വിചാരിക്കണ്ട എന്നുള്ള നിലപാടായി അവർ. അല്ലെങ്കിൽ എനിക്കൊക്കെ വിട്ടു തരായിരുന്നു. പക്ഷെ പിന്നെ വിട്ടു തന്നില്ല, കാരണം പിന്നെ ഞാൻ കളി റെഡിയാക്കി എടുത്തു. എനിക്ക് ആകെ അത്ര കിട്ടിയിട്ടുള്ളൂ 2 സെറ്റ്. 4 സെറ്റ് കിട്ടി കഴിഞ്ഞാൽ 5ാമത്തെ സെറ്റ് ഇടുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കൂട്ടണം, എല്ലാം കൂടി കൂട്ടണം. ഇല്ലെങ്കിൽ അപ്പുറത്തെ ആൾ വാരിൻ്റെ അങ്ങനെ കണ്ട് വില്ലേജിലേന്ന് തന്നെ വാരി വെച്ചാണ് ഇപ്പോൾ ഇരിക്കണം കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കല്ല് കളിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കും കുഞ്ഞേച്ചി വന്നു. 3-4 മണിയായപ്പോൾ കുഞ്ഞേച്ചി വന്നു. കുഞ്ഞേച്ചി വന്നു കഴിഞ്ഞാൽ അവളെ കാണാൻ വേണ്ടി നിന്നാണ്. അവളെ ധ്യാനത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അവളെ കണ്ട് അവൾ വന്നപ്പോൾ തന്നെ അവരെല്ലാവരും കൂടി രാത്രി അങ്ങാടിയമ്പിൽ പോയി. 6 മണിക്കായിരുന്നു അങ്ങാടിയമ്പ്. അപ്പോൾ അവരെ അങ്ങോട്ട് പോയി. ഞാൻ മക്കളെയും കൊണ്ട് നേരെ ചാലക്കുടിയിലോട്ട് വന്നു. എനിക്ക് എപ്പോഴേക്കും ചേട്ടൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു,
എത്ര സമയമാകുമ്പോഴേക്ക് എത്തണം എന്നുള്ള വിളി വന്നിരുന്നു ഫോണിലെ മെമ്മറി. അപ്പോൾ ഞാൻ പിന്നെ പോരാണ്ട് പറ്റില്ല, പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും. ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ മാറി സന്തോഷങ്ങളായിട്ടുണ്ടായത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഭയങ്കര വിഷമമായിരുന്നു. ഞടിയുമ്പൊക്കെ കണ്ടിട്ട് വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു സന്തോഷമായിട്ടിരിക്കാം. നമുക്ക് വന്നിട്ട് സന്തോഷമായി കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർക്കൊക്കെ സന്തോഷം യാത്രയാണ്. അപ്പോൾ ഡ്രസ്സ് കുറച്ച് ഉണ്ടായി പിള്ളേരുടെ പോസിറ്റീവ് സാധനങ്ങൾ, ഷൂ, എല്ലാവർക്കും അതൊക്കെ ഞാൻ പോവാട്ടാ ടാറ്റാ. വെല്ലിമേ പോവാ, വെല്ലേച്ചി പോവാ, അപ്പച്ചേ പോവാ, അമ്മച്ചി പോവാ, ബിജേട്ടാ പോവാ, ആണ്ടു